നമസ്കാരം. ഇന്ത്യ നേപ്പാൾ ബോർഡറായ ബീഹാറിലെ ജയനഗർ എന്നൊരു സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഞങ്ങൾ ഇന്ന് ബീഹാറിന്റെ തലസ്ഥാനമായ പട്നയിലേക്ക് ഒരു യാത്ര പോവുകയാണ്. പോകുന്ന ട്രെയിൻ വന്ദേ മെട്രോ ആണ്. ഇവിടുന്ന് രാവിലെ 5 മണിക്കാണ് ട്രെയിൻ പുറപ്പെടുക. ഇപ്പൊ 4:15 ആയേ. ഞങ്ങൾ ജയനഗറിലെടുത്ത റൂം ഇതാണ്. നല്ലൊരു മുറി തന്നെയായിരുന്നു അല്ലേ ഇത്? അത്യാവശ്യം കുഴപ്പമില്ല. റൂമിലത്തെ ആൾക്കാർ നല്ല രീതിയാണ് ബിഹേവിയർ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഒരു ദിവസം 650 രൂപക്കാണ് ഇവിടെ റൂം കിട്ടിയത്. ഈ റൂമിന്റെ ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് തന്നെയാണ്. കുഴപ്പമില്ല. പക്ഷെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്തെന്നാല് ഇപ്പൊ ഓൾറെഡി കറണ്ട് ഉണ്ട്. രാത്രിക്കൊക്കെ ഇടയ്ക്ക് കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ ഭയങ്കര വൈദ്യുതി ക്ഷാമം ഈ ഒരു ഭാഗത്തുണ്ട്. കാരണം ഈ ഓട്ടോക്കാർ ഉപയോഗിക്കുന്നത് തന്നെ എന്താ പറയാ ജനറേറ്റർ ഒക്കെയാണ്. ഇനിയിപ്പം അധികം സമയമൊന്നും കളയുന്നില്ല. പെട്ടെന്ന് തന്നെ മുറി ചെക്കൗട്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റേഷനിലേക്ക് പോവാം. ഹോട്ടൽ രാജസ്ഥാൻ, ഇവിടെയാണ് നമ്മൾ താമസിച്ചത്. അധികം ആൾക്കാരൊന്നുമില്ല ഈ സമയത്തൊക്കെ. പിന്നെ ആരുണ്ടാവാനാ? പിന്നെ ചെറിയ തോതിൽ ഇപ്പം മഴയുണ്ട്. വലിയ മഴ വരുന്നതിന് മുന്നേ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലെത്തണം. ഇവിടുന്ന് 450 മീറ്ററേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിലേക്ക്. പകൽ സമയത്ത് നല്ല തിരക്കുള്ളൊരു ഏരിയ ആണ് ഇതൊക്കെ. നല്ല പൊടിയാണ് ഈ പകൽ സമയത്തൊക്കെ ഇതിലൂടെ നടക്കുമ്പോൾ. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ളൊരു ഷോർട്ട് കട്ട് ഇതാണ്. ഇത് നേരെ എത്തുന്നത് സ്റ്റേഷനിലേക്ക് തന്നെയാണ്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ തന്നെ കുറച്ച് തട്ടുകടകളൊക്കെ ഉണ്ട്. ഈ മഴയും കൂടെ പെയ്തുകൊണ്ട് മൊത്തത്തിൽ അലങ്കോലമായിട്ടാണുള്ളത്. വലിയ മഴ പെയ്യുന്നതിന് മുന്നേ തന്നെ സ്റ്റേഷനിലെത്തിയല്ലോ. എന്നാലും ഇപ്പം ഉണ്ട് കേട്ടോ മഴ. ഇതൊരു കുതിരവണ്ടി ഒരുപാടുണ്ടല്ലോ. ഇവിടെയുണ്ട് തോരണം. ഇവിടെ സ്റ്റേഷന്റെ നവീകരണമാണേ. ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോം എന്നാണെന്നൊന്നും അറിയില്ല. നോക്കാം, നമുക്കകത്ത് കയറി. ഈ ടിക്കറ്റ് എടുക്കുമ്പം വന്ദേ മെട്രോ എന്ന് തന്നെ പറയണം. അല്ലെങ്കിൽ ഇവർ വേറെ ഏതെങ്കിലും ടിക്കറ്റ് മുറിച്ച് തരും. അതായത് എക്സ്പ്രസിൻ്റെയോ സൂപ്പർ ഫാസ്റ്റിൻ്റെയോ ടിക്കറ്റ് എടുക്കുകയാണേ. ഇവിടെ തന്നെ എത്ര പേരാണ് താഴേക്ക് കിടക്കുന്നതെന്ന് കണ്ട. ടിക്കറ്റ് എടുത്ത് 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇതാ നമുക്ക് പോകാനുള്ള വന്ദേ മെട്രോ. ഇത് 5 മണിക്കാണ് ഇവിടുന്ന് പുറപ്പെടുക. അതുപോലെ തന്നെ പട്നയിലേക്കുള്ള മറ്റൊരു വണ്ടി ഇതാ, ജയനഗർ പട്ന ഇന്റർസിറ്റി. ഇത് 5:25 എടുക്കുക. ഇത് മുസാഫർപൂർ വഴിയാണ് പോവുക. ഇത് മൊഖാമ വഴി. ഇപ്പോൾ ഇവിടെ ഇതൊന്നും തുറന്നിട്ടൊന്നുമില്ല. മഴയൊക്കെ നനഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പം ഈ ഭാഗത്തേക്കൊക്കെ വന്നത്. 15 കോച്ചുകളാണ് ഇതിനാകെ ഉള്ളത്. ഡോറൊക്കെ ഇതാ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇങ്ങനെയാണ് സീറ്റിംഗ് പൊസിഷൻ. നമ്മുടെ മെമു ട്രെയിനില്ലേ അതൊക്കെ പോലെ തന്നെയാണ്. ഫേസ് ടു ഫേസ് ഇതാ ഇങ്ങനെ നോക്കിയിരിക്കണം. പിന്നെ ചാർജിങ് പോയിൻ്റൊക്കെ ഉള്ളത് ഇതാ ഇവിടെയാണ്. ഈ ഭാഗത്താണ് അതിൻ്റെ പോർട്ടുകളൊക്കെ ഉള്ളത്. USB-യും സി ടൈപ്പും എല്ലാം, അതായത് നമ്മുടെ എല്ലാ ടൈപ്പും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാം. ടോയ്ലറ്റൊക്കെ ഇവിടെയാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും മുന്നിലത്തെ ആ ഒരു കോച്ച് ഇവിടെയാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു സ്ക്രീനൊക്കെ ഉണ്ട്. ലഗേജ് വെക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. പിന്നെ കർട്ടൻ, ഇതിൻ്റെ അകത്ത് കർട്ടൻ ഇല്ല. ഞങ്ങൾ അങ്ങ് അവിടെയാണ് ഇരിക്കുന്നത്. ഞാൻ നേരത്തെ 15 കോച്ചുകൾ എന്നാണല്ലോ പറഞ്ഞത്. 15 കോച്ചല്ല, 16 കോച്ചുകളാണുള്ളത്. ഓരോ കോച്ചിൻ്റെ ഉൾവശം വഴി നമുക്ക് മറ്റൊരു കോച്ചിലേക്ക് നടന്നു പോകാനുള്ള ഒരു സൗകര്യമുണ്ട്. ഇങ്ങ് നടന്ന് അങ്ങ് വരെ പോകാം. നല്ല ആൾക്കാർ ഇവിടുന്ന് തന്നെ കയറുന്നുണ്ട് കേട്ടോ. മറ്റൊരു വന്ദേ മെട്രോ ഉള്ളത് ഗുജറാത്തിലെ ഭുജിന്ന് അഹമ്മദാബാദിലേക്കാണ്. അവിടെ നിന്ന് ഭുജിന്ന് ഇത്രയും ആൾക്കാരില്ല. ഇവിടെ നല്ല തിരക്കാണ്. ഇന്റർസിറ്റി എക്സ്പ്രസ് ഇതാ ഇവിടെ. അതിൻ്റെ അൺറിസർവ്ഡ് കോച്ചാണിത്. മഴയൊക്കെ നനഞ്ഞുകൊണ്ട് തന്നെയാണ് ആൾക്കാരൊക്കെ വരുന്നത്. 4:44 ഇപ്പോൾ. വന്ദേ മെട്രോയുടെ ടോയ്ലറ്റിൻ്റെ ഒരു ഭാഗമാണ്. നല്ല വൃത്തിയുള്ളൊരു ഏരിയ ആണ് ഇത്. നമുക്ക് ഇവിടെ ഹാൻഡ് വാഷൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുണ്ടാവും, ഇതൊക്കെയുണ്ട്. പിന്നെ ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത്. നല്ല വൃത്തിയുള്ള ഒരു ഏരിയ തന്നെയാണ്. നമ്മുടെ വന്ദേ ഭാരത് ഇല്ലേ അതിനോട്
സാമ്യമുള്ള അതേ ഒരു കോച്ചുകൾ തന്നെയാണ് ഈ വന്ദേ മെട്രോയിലും. വന്ദേ മെട്രോന്റെ ടിക്കറ്റ് UTS വഴി എടുക്കാതെ കൗണ്ടറിൽ പോയിട്ട് എടുക്കാൻ മറ്റൊരു കാരണമുണ്ട്. ഈ ജയനഗറിൽ വന്നതിന് ശേഷം ഞങ്ങളുടെ സിമ്മ് കട്ടായിട്ടാണുള്ളത്. VI ആണ് സിമ്മ്. അപ്പോൾ ഇതൊരു ബോർഡർ ഒരു ഏരിയ ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ. അതുപോലെ തന്നെ നമ്മുടെ ഈ നോർത്ത് ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഈ ടിക്കറ്റ് നമുക്ക് തരുന്ന ഈ കൗണ്ടറിൽ ഇരിക്കുന്ന ആൾക്കാരുടെ സ്വഭാവം വളരെയധികം മോശമായിരിക്കും. എടുത്തു പറയാനുള്ളത്, നമ്മൾ ക്യൂ നിൽക്കുന്ന സമയത്ത്, അതായത് നീണ്ട നിരയായിരിക്കും ചില സമയത്ത്, അതിനകത്ത് ഇവന്മാർ എന്ത് ചെയ്യുക, ഫോണിൽ ഞെക്കി കളിക്കും, ഞാൻ അതിനകത്ത് സംസാരിച്ചുകൊണ്ടിരിക്കും. വളരെയധികം നമ്മളൊക്കെ എന്താ പറയുക, അടിമകളെ പോലെയാണ് അവരുടെ പെരുമാറ്റം. നമ്മൾ ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ശരിക്കും അത് മനസ്സിലാക്കും. പിന്നെ അതുപോലെ തന്നെ ചില സമയത്ത് നമ്മൾ കൃത്യമായ ഒരു പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി കിട്ടണ്ടേ, ബാലൻസ് കിട്ടണ്ടേ, ഇവന്മാര് ചിലപ്പോൾ അതിന് 20-30 രൂപ എന്താ പറയുക തരാൻ നിൽക്കും. നമ്മളെ തിരക്കിനാണെങ്കിൽ എന്ത് ചെയ്യും, അത് വാങ്ങി പോകുന്നവരുണ്ട്. അപ്പൊ ഞാനിപ്പോ ടിക്കറ്റ് എടുക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് വന്ദേ മെട്രോക്ക് പട്ടണക്ക് ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 340 രൂപയാണ്. അപ്പൊ 2 പേർക്കും കൂടിയിട്ട് 650 രൂപ ആവുമല്ലോ. ഞാൻ 1000 രൂപയാണ് കൊടുത്തത്. 1000 കൊടുത്തിട്ട് ഇവരെന്ത് ചെയ്തു, എനിക്ക് 300 രൂപ തിരിച്ചു വന്നു. 20 രൂപ ബാക്കി കിട്ടാൻ തരുന്നില്ല. അപ്പൊ ഞാൻ ചോദിക്കാൻ പോയപ്പോ ഇങ്ങോട്ടേക്ക് ഞെട്ടിക്കാൻ വരുന്നുണ്ട്. അതായത് ഞങ്ങൾ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ട രീതിയിലാണ് പുള്ളിക്കാരൻ ഇങ്ങോട്ട് പെരുമാറുന്നത്. ഞാൻ എന്നിട്ട് ഹിന്ദിയിൽ എന്തൊക്കെ പറഞ്ഞു, ഞാൻ ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞു എനിക്ക് പൈസ വേണമെന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, എന്ത് സ്വഭാവമാണല്ലേ. അതായത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന 1 രൂപക്ക് പോലും നല്ല രീതിയിലുള്ള ഒരു വിലയുണ്ട്. ആ 1 രൂപ പോലും നമ്മൾ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് വരാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞതല്ല, നമ്മൾ വാങ്ങും. പക്ഷെ ഇങ്ങനെ എത്ര ആൾക്കാരെ പറ്റിക്കുന്ന ആൾക്കാരുണ്ട് നോക്കണേ. ട്രെയിൻ പുറപ്പെടാൻ 5 മിനിറ്റ് കൂടി ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഒരു 6 മണിയിൽ നിന്ന് ആവാതെ ഇവിടുന്ന് നല്ലൊരു കാഴ്ച കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. കാരണം അവിടെ നിന്നുള്ള ആ ഒരു ഇതന്നെയാണ് നമുക്ക് ഇങ്ങോട്ട് കിട്ടുക. വണ്ടിയിൽ ഇപ്പം ഈ കോച്ചിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ കയറി. ദിസ് ട്രെയിൻ ഫ്രം ജയനഗർ ടു പട്ന അങ്ങനെയുള്ള ചെറിയ ബോർഡൊക്കെ ഇവിടെ ഉണ്ട്. 5 മണിയായി. ഇപ്പോൾ ഇവിടുന്ന് ട്രെയിൻ പുറപ്പെടും. വന്ദേ മെട്രോൻ്റെ നമ്പർ ഇതാണ് 94803. ഡോർ ക്ലോസായി. ഇപ്പോൾ വണ്ടി ഇവിടുന്ന് എടുക്കുകയാണ്. ശക്തമായ മഴയാണ് ഇപ്പോൾ ഇവിടെ. എടുത്തു, പക്ഷെ ഒന്നും കാണുന്നില്ലല്ലോ. ജയനഗറിൽ നിന്ന് ഇപ്പോൾ 31 കിലോമീറ്റർ യാത്ര ചെയ്തേ ട്രെയിൻ ഇപ്പം മധുബനി സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ജയനഗർ വിട്ടതിന് ശേഷമുള്ള ഈ ട്രെയിനിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പ് ഇവിടെയാണ്. വെളിച്ചം വന്ന് തുടങ്ങി. ഇവിടെ പിന്നെ നേരത്തെ വെളിച്ചം വരും. ഒരു 5:30ക്ക് ശേഷം നല്ല വെളിച്ചം എന്തായാലും ഉണ്ടാവും. സൺറൈസ് നേരത്തെയാണ് ഇവിടെ. ഇവിടുന്ന് എന്തായാലും കുറച്ച് ആൾക്കാർ കയറാനൊക്കെ ഉണ്ടാവും. കാരണം മധുബനിയൊക്കെ വലിയൊരു സ്റ്റേഷൻ തന്നെ നല്ലൊരു ജനസംഖ്യയുള്ളൊരു സ്ഥലം തന്നെയാണ്. ഈ മധുബനി ജില്ലയിലാണ് ജയനഗറൊക്കെ വരുന്നത്. മിക്കവാറും ഇത് മുൻഭാഗമായതുകൊണ്ട് ഇവിടെയൊക്കെ എന്തായാലും ഇനിയിപ്പം ഇവിടുന്ന് ആൾക്കാർ കയറും എന്ന് പ്രതീക്ഷിക്കാം. ഈ ട്രെയിനിൻ്റെ റൂട്ട് മാപ്പ് വേണ്ട. നമ്മളിപ്പോൾ വന്ന് മധുബനി എത്തിയേ. ഈ പോകുന്ന ദർബഗയുണ്ട്, സമസ്തിപൂരുണ്ട്, ബറോണിയുണ്ട്, മുഖാമയുണ്ട്, ലാസ്റ്റ് പട്ന. ഇവിടെ നേരത്തെ വണ്ടി എത്തി. ഇവിടെയും മഴയുണ്ട് കേട്ടോ. ആ മഴ ഇതുവരെ മാറിയിട്ടില്ല. പിന്നെ ഓട്ടോമാറ്റിക് ഡോർ ആയതുകൊണ്ട് തന്നെ പുറത്തേക്ക് അധികം ഇറങ്ങുന്നില്ല. ECR റെയിൽവേ സോണിൻ്റെ കീഴിലാണ്, അതായത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ. ഇന്ന് മുഴുവനും മഴയാണെന്നാണ് തോന്നുന്നത്. ജയനഗറിൽ തുടങ്ങിയ മഴ ഇതുവരെയും മാറിയിട്ടില്ല. അടുത്തൊരു സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തുകയാണ്. പ്രസന്റ് സ്റ്റേഷൻ സാക്രി. എനിക്കിപ്പോൾ ഇവിടെ ഡോർ തുറക്കും. ഇതാണ് തുറക്കാത്തത്. എവിടെയൊക്കെ ആൾക്കാർ കയറാനുണ്ട്. സാക്രി എന്നല്ല കേട്ടോ, സകരി എന്നാണ്. സകരി ജംഗ്ഷൻ. ഞാൻ ആ ഇംഗ്ലീഷാണ് വായിച്ചത്. ഇപ്പാണ് ഇവിടെ ബോർഡ് കണ്ടത്. ബീഹാറിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ദർഭംഗയിലേക്ക് ഇതാ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ 5 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ്. പക്ഷെ നേരത്തെ എത്തി. 6:14, 6:20 ഇനിയിപ്പോൾ ഇവിടുന്ന് വണ്ടി എടുക്കുള്ളൂ. പിന്നെ ഇവിടെയൊക്കെ ഏതൊക്കെയോ ട്രെയിനൊക്കെ ഉണ്ട്.
ഇപ്പോൾ ഒരുപാട് സമയം സ്റ്റോപ്പുള്ള സ്റ്റേഷനാണെങ്കിൽ ഇവിടെ നിന്നൊക്കെ പുറത്തിറങ്ങാം. ഇവിടെ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ കയറാനുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമുക്കകത്തേക്ക് കയറാം, കാരണം ഓട്ടോമാറ്റിക് ഡോർ ആയതുകൊണ്ട് തന്നെ പുറത്ത് നിൽക്കാൻ ഒരു മടി. ഇത് പ്ലാറ്റ്ഫോം നമ്പർ 5 ബീഹാറിലെ തന്നെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്ന് തന്നെയാണ് ദർഭംഗ. ഇവിടുന്ന് അമൃത് ഭാരത് എക്സ്പ്രസ് ഒക്കെ പുറപ്പെടുന്നുണ്ട്. നമ്മുടെ സൗത്ത് ഇന്ത്യയിലേക്ക് ഒരുപാട് ട്രെയിനുകളുണ്ട് ഇവിടുന്ന്. ഇപ്പം ഇതിൻ്റെ അകത്തെ തിരക്ക് കണ്ടോ, നല്ല തിരക്കായില്ലേ. നമ്മുടെ രാജ്യത്താകെ 2 വന്ദേ മെട്രോകളാണുള്ളത്, അതായത് നമോ ഭാരത് റാപ്പിഡ് റെയിൽ അങ്ങനെയും പറയാം. അപ്പോൾ ഒരെണ്ണം ഉള്ളത് ഗുജറാത്തിലാണ്, അഹമ്മദാബാദിൽ നിന്ന് ഭുജിലേക്ക്. അതിൽ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. അത് സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ വർഷം 2024 സെപ്റ്റംബർ മാസത്തിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്ന വന്ദേ മെട്രോ ആണെങ്കിൽ ഈ വർഷം 2025 ഏപ്രിൽ മാസമാണ്. ആകെ 2 എണ്ണമല്ലേ ഉള്ളൂ. അതിൽ 2ലും ഞങ്ങൾ യാത്ര ചെയ്തു. പിന്നെ ഈ ട്രെയിനിൽ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ UTS വഴിയാണെങ്കിലും കൗണ്ടറിൽ നിന്നാണെങ്കിലും വന്ദേ മെട്രോ എന്ന് സെപ്പറേറ്റ് നിങ്ങൾ പറയണം. ഇപ്പോൾ ജയനഗറിൽ നിന്ന് പട്നയിലേക്ക് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നോർമൽ ഒരു ടിക്കറ്റ് അല്ല എടുക്കേണ്ടത്, വന്ദേ മെട്രോ ടിക്കറ്റ് തന്നെ പറയണം. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടാണ് എടുക്കേണ്ടത്. പിന്നെ ഇതിൽ അതായത് ഒരു ലോക്കൽ അൺറിസർവ്ഡ് ടിക്കറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് അതായത് നമ്മുടെ ഒരു മെമു ട്രെയിനിൻ്റെ അതിൽ ഇരിക്കുകയും ചെയ്യാം നിൽക്കുകയും ചെയ്യാമല്ലോ, അതുപോലെ തന്നെയാണ്. ഒരു സീറ്റ് നമ്പറോ കാര്യങ്ങളൊന്നും കിട്ടില്ല. വണ്ടി ഇപ്പം അത്യാവശ്യം നല്ലൊരു സ്പീഡിൽ പോവുകയാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട സ്റ്റേഷനുള്ളത് സമസ്തിപൂരാണ്. പോകുന്ന റൂട്ടിൽ നിന്ന് ഈ ഭാഗത്തേക്ക് കാണുന്ന ഇവിടെയൊക്കെ കൃഷിപ്പാടങ്ങളാണ്, പക്ഷേ ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ടാണുള്ളത്. ഇവിടെ ഒരു ഫാക്ടറി ഒക്കെ ഉണ്ട്. ഈ ജയനഗറിൽ നിന്ന് പട്നയിലേക്കുള്ള വന്ദേ മെട്രോ ഇല്ലേ, ഇത് നല്ല തിരക്കാണ്. ഞാൻ ആദ്യം കയറുന്ന സമയത്ത് വിചാരിച്ചത് വണ്ടി മുഴുവനും കാലിയായിരിക്കും, കാരണം ഇതിന് ശേഷം ഇൻ്റർസിറ്റി ഒക്കെ ഉണ്ടല്ലോ, അതിലെ ആൾക്കാർ വരുള്ളൂ എന്ന്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, വണ്ടി ഫുള്ളാണ്. ചെറിയ ചെറിയ പാലങ്ങളൊക്കെ ഉണ്ട്. നദിയിലേക്ക് നല്ല വെള്ളമാണ്. ട്രെയിൻ ഇപ്പോൾ സമസ്തിപൂർ ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. സമസ്തിപൂരിൽ ഇവിടെയാണോ പ്ലാറ്റ്ഫോം എന്ന് നോക്കട്ടെ. അവിടേക്ക് ഓൾറെഡി പ്ലാറ്റ്ഫോം വന്നു, ഇവിടെ എത്തിയിട്ടില്ല ഇതുവരെ. ഇവിടെ തന്നെയാണ്. സമസ്തിപൂരിൽ നിന്നും എന്തായാലും ഒരുപാട് ആൾക്കാർ കയറും. ഇത് വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ 7:55 ഇൻ്റർസിറ്റി എത്തുക. സമസ്തിപൂർ ജംഗ്ഷൻ. ഇത്രയും നേരം നല്ല മഴയായിരുന്നു, ഇപ്പോഴാണ് കുറച്ച് മഴ കുറഞ്ഞത്. ബീഹാറിലെ തന്നെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനിൽ ഒന്നാണ് സമസ്തിപൂർ ജംഗ്ഷൻ. ഇവിടെ ടോട്ടലി 7 പ്ലാറ്റ്ഫോംസ് ആണ് ഉള്ളത്. അപ്പം നമ്മളെ വണ്ടി എന്ന് വെച്ചാൽ ഇനി പോകുന്നത് ബറോണി വഴിയാണ്. നേരത്തെ പറഞ്ഞല്ലോ, ഇവിടുന്ന് പട്നയിലേക്ക് ഏകദേശം ഒരു 160 കിലോമീറ്റർ പോകാനുണ്ട്. നമ്മൾ നേരത്തെ ജയനഗർ കണ്ടില്ലേ, ഒരു ഇൻ്റർസിറ്റി, അത് പോകുന്നത് ഇവിടെ നേരെ മുസാഫർപൂര്, ഹാജിപൂര്, സോൻപൂര് വഴിയാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ പട്നയിലേക്ക് ഇവിടുന്ന് എളുപ്പം. അതാണെങ്കിൽ 138 കിലോമീറ്റർ മാത്രമേ പോകാനുള്ളൂ. ട്രെയിൻ ഇപ്പം 110 km/h സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് ബറോണിയാണ്.
നെൽപ്പാടങ്ങളാണ്. ജയനഗർ വിട്ടതിന് ശേഷം ഇപ്പാണ് ട്രെയിൻ നല്ലൊരു സ്പീഡ് എടുത്ത് തുടങ്ങിയത്. ഗോണ്ടി എന്നൊരു സ്ഥലത്ത് നിന്ന് ബറോണിയിലേക്ക് പോകുന്നൊരു എക്സ്പ്രസ് ആണ് ഇത്. ഇതിനെ ഇവിടെ വെച്ച് ഓവർടേക്ക് ചെയ്യുകയാണ്. ബറോണി എത്താനായി, ഒരു 5 കിലോമീറ്റർ കൂടെ ഉള്ളൂ ബറോണിയിലേക്ക്. ജയനഗറിൽ നിന്ന് ഈ ട്രെയിൻ പുറപ്പെട്ടതിന് ശേഷം ഒരു ചക്രമാരും ഇതിൻ്റെ അകത്തേക്ക് വന്നില്ല. അൺറിസർവ്ഡ് ടിക്കറ്റ് എടുത്ത് ആരും തന്നെ ഇതിൻ്റെ അകത്തേക്ക് കയറുന്നില്ല. കാരണം വാലിഡായിട്ടുള്ള ടിക്കറ്റ് ഉള്ളവർ മാത്രമേ കയറുന്നുള്ളൂ. എന്താണെന്ന് അറിയില്ല, ബീഹാറിലൂടെ ഞങ്ങൾ ഒരുപാട് തവണ ട്രെയിനിൽ യാത്രയുണ്ട്. വളരെ ചുരുക്കം കോച്ചുകളിലേക്ക് മാത്രമേ ഈ ചക്രമാർ കയറുന്നുള്ളൂ, അതായത് ടി ടിയൊക്കെ കയറുന്നുള്ളൂ. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ബറോണിയിൽ നിന്നെങ്കിലും കയറിയാൽ മതിയായിരുന്നു. ജസ്റ്റ് ഒന്ന് കാണാനാണ് അവരെ, അല്ലാതെ പ്രത്യേകിച്ച് വേറൊന്നുമില്ല. കാരണം ഞങ്ങൾ ബറോണിയിൽ നിന്ന് ജയനഗറിലേക്ക് പോയ ട്രെയിനിൽ സ്ലീപ്പർ ക്ലാസ്സിലാണ് പോയത്. അതിലൊന്നും ബറോണിയിൽ നിന്ന് കയറിയ സമയം മുതൽ ജയനഗർ എത്തുന്നവരെ ടി ടി ആ ഒരു ഭാഗത്തേക്കേ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇനി ഇതിൽ എന്താണ് അവസ്ഥ നമുക്ക് നോക്കാം. പട്ന വരെ എന്തായാലും യാത്ര ചെയ്യുന്നുണ്ടല്ലോ. ട്രെയിൻ ഇപ്പോൾ ബറോണിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ വീടുകളൊക്കെയാണ് ഈ കാണുന്നത്. ആൾക്കാരൊക്കെ തുണിയൊക്കെ വിരിച്ചിടുന്നത് ഈ ഒരു റെയിൽവേൻ്റെ ഈ ഒരു ഇതിലാണ്. റെയിൽ ട്രാക്കിനോട് ചേർന്ന് തന്നെയാണ് ഒരുപാട് വീടുകളുള്ളത്. ബറോണി ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് തിരികെയാണ്. അവിടെയാണ് പ്ലാറ്റ്ഫോം. ഇവിടെ 8:45 എത്തിയിട്ട് 8:50 വണ്ടി എടുക്കേണ്ടത്. എല്ലാ സ്റ്റേഷനിലും ബിഫോർ ടൈമിൽ തന്നെ വണ്ടി എത്തുന്നുണ്ട്. 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിനാണ് വണ്ടി വന്നത്. ഇപ്പോൾ ഒരു വണ്ടി ഇവിടുന്ന് പട്നയിലേക്ക് പോയതേ ഉള്ളൂ. രാവിലെ 3:15 ജയനഗറിന്ന് പട്നയിലേക്ക് പോകുന്ന കമലാ ഗംഗ എന്ന് പറഞ്ഞ എക്സ്പ്രസ്, അത് ആ സമയത്ത് 3:15 പുറപ്പെട്ടിട്ട് ഇപ്പോൾ ഇവിടെ എത്തിയതേ ഉള്ളൂ കേട്ടോ. സീറ്റിൻ്റെ അടുക്ക് ഡ്രസ്സൊക്കെ ഇവിടെ ഇട്ടത് കണ്ടോ. അതൊക്കെ ഓരോ പാസഞ്ചർ, ബീഹാറല്ലേ, പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ആൾക്കാരുണ്ട് കേട്ടോ. സീറ്റൊക്കെ ഫുള്ളാണ്. സ്റ്റാൻഡിങ് ഒന്നും ഇല്ല എന്ന് പറയാം. ഇന്നൊരു 2 ദിവസം കൂടിയാണ്. എല്ലാ സീറ്റിലും ഫുൾ തന്നെയാണ്. റെയിൻ കോട്ടൊക്കെ ഇട്ടത് കണ്ടോ. പിന്നെ ഈ ഇവിടുന്ന് കയറിയവരൊക്കെ ഇനി ഇവിടെ തന്നെ പട്ന തന്നെയാണ് ചാൻസ്. പിന്നെ ഇവരൊക്കെ ഉണ്ടല്ലോ ഈ ബാത്റൂമിലൊക്കെ കയറി കഴിഞ്ഞാൽ മുറുകിയിട്ട് തുപ്പുന്നുണ്ട് കേട്ടോ. അതൊരു വിഷയം തന്നെയാണ്. നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ മാറൂലല്ലോ. പിന്നെ കച്ചവടക്കാരൊക്കെ കയറുന്നുണ്ട്. ബറോണിന്ന് കയറി വരാറ്. ചായയൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ലൈം ടീ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് കൊണ്ടുവന്നത് ബക്കറ്റിലാണ്. അപ്പം വേറെ പ്രത്യേകിച്ച് ചായ ഉണ്ട്, ചായയും വരുന്നുണ്ട്. കഴിക്കാൻ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് തന്നെയാണ് മെയിനായിട്ട്. ബറോണി കഴിഞ്ഞാൽ ഈ ട്രെയിനിൻ്റെ അടുത്ത സ്റ്റോപ്പ് മൊക്കാമ എന്നൊരു സ്ഥലത്താണ്. അതിനിടയിലാണ് ഗംഗാ റിവർ ഉള്ളത്. അത് നമ്മളെന്തായാലും കടക്കുന്നുണ്ട്. ന്യൂ രാജേന്ദ്ര ഗംഗ എന്നാണ് ആ പാലത്തിൻ്റെ പേര്. 9 മണി ആയതേ ഉള്ളൂ. ഇപ്പം അന്തരീക്ഷം കണ്ട നല്ല മഴയാണ്, തകർത്ത് പെയ്യാണ് ഇപ്പോൾ പുറത്ത്. നല്ല ഇരുട്ടാണ്, അതാണ് ഒന്നും വ്യക്തമാകുന്നില്ല. വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടാ. അതിശക്തമായ മഴ എന്ന് തന്നെ പറയാം. പക്ഷെ ഞങ്ങള് എറണാകുളത്ത് നിന്നുള്ള റാപ്തി സാഗർ എക്സ്പ്രസ്സിന് ഇവിടെ ബറോണിയിലൊക്കെ വന്നിറങ്ങിയ സമയത്ത് കൊടും ചൂടാണ് ഉണ്ടായത്. 4 ദിവസത്തിനുള്ളിൽ പെട്ടെന്നാണ് ഇവിടുത്തെ കാലാവസ്ഥ മാറിയത്. ഗംഗാ റിവർ താഴെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു ചെറിയൊരു ക്ഷേത്രമൊക്കെ ഉണ്ട്.
ഇല്ലെങ്കിൽ കുറച്ചും കൂടെ വ്യക്തതയോടെ നമുക്ക് കാണാമായിരുന്നു. അങ്ങ് അതിലൂടെയാണ് റോഡ്, ഇത് കാണില്ല. പിന്നെ വെള്ളത്തിൻ്റെ കാര്യമൊന്നും പറയുന്നില്ല, നല്ല തോതിൽ തന്നെ വെള്ളമുണ്ട് ഇവിടെ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ മഴ സമയമില്ലേ, അതായത് ഇപ്പോൾ ഇവിടെ പെരുമഴയാണ്. ഈ പെരുമഴ സമയത്ത് ഈ ഇതുപോലെയുള്ള വലിയ പാലത്തിൻ്റെ മുകളിലൂടെ ട്രെയിനിലേക്ക് പോകാൻ പേടിയാണ്. എന്താണെന്ന് അറിയില്ല. ഞാൻ ഈ പാലം മുഴുവനായിട്ട് ഷൂട്ട് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് ഇത് എത്രത്തോളം ലെങ്ത് ഉണ്ടെന്ന് മനസ്സിലാവുമല്ലോ. ഗംഗ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ഒരു നദിയാണ്. ഇത് മുഴുവനും കലക്ക് വെള്ളമാണ്, ചെളി വെള്ളം, ശക്തമായ ഒഴുക്കുണ്ട്. ഈ വന്ദേ മെട്രോൻ്റെ വിൻഡോ ഒക്കെ നല്ല ക്ലിയർ വിൻഡോ ആണ്. പക്ഷേ ഈ വെള്ളത്തുള്ളികൾ വന്ന് നിൽക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ വ്യക്തതയില്ലാത്തത്. ഇതിപ്പോ തീരുന്നില്ലല്ലോ, ഒരുപാട് ഇപ്പം തന്നെ ഓടിയില്ലേ. അതാണ് ഈ ഗംഗ ക്രോസ് ചെയ്യാന്ന് പറഞ്ഞത് വലിയൊരു ഇത് തന്നെയാണ്. ഈ ഗംഗ പല ഭാഗത്തും പല വീതിയിലാണ്, എല്ലായിടത്തും ഏകദേശം ഇതേപോലെ വീതി ഉണ്ട്. വെള്ളത്തിൽ ഒരു മരമൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നതാണ്, മരത്തടികൾ. ഈ സമയത്ത് ഇതിലൊരു മനുഷ്യൻ വീണ് കഴിഞ്ഞാൽ രക്ഷപ്പെടുക എന്നത് അസാധ്യമാണ്. ഒന്നാമത് നല്ല ഒഴുക്കാണ്, പിന്നെ ചുഴിയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇതിനൊക്കെ നല്ല താഴ്ചയുണ്ടാവും ഇവിടെ, നമ്മളിവിടുന്ന് കാണുന്നത് പോലെയല്ല. ഈ പാലത്തിലേക്ക് ഇപ്പം നമ്മൾ കയറിയിട്ട് 4 മിനിറ്റിന് മുകളിലായി. ഏകദേശം 4.5 മിനിറ്റോളം ഈ പാലത്തിലൂടെ തന്നെ യാത്ര ചെയ്തു. ഗംഗ ഇവിടെ കഴിഞ്ഞു, പക്ഷെ പാലം കഴിഞ്ഞിട്ടില്ല. ഈ ഗംഗാ നദീൻ്റെ തീരെ തന്നെ ഒരുപാട് വീടുകളുണ്ട്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഈ സമയമൊക്കെ വളരെയധികം ദുരിതമാണ്. ഒന്നാമത് അങ്ങോട്ടൊക്കെ വെള്ളം കയറും, രണ്ടാമത് പറഞ്ഞാൽ അവർക്ക് പിന്നെ മാറി താമസിക്കാനൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. നമ്മൾ
നമ്മുടെ നാട്ടിലത്തെ പോലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കൊന്നും ആയിരിക്കില്ല അവർ മാറുക. അവർ പിന്നെ ഇവിടുന്ന് വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് മാറിപ്പോവും. കാരണം പലരും പല സ്ഥലങ്ങളിൽ വന്ന് ഷെഡൊക്കെ കെട്ടി താമസിക്കുന്നവരാണ്. ഗംഗ കഴിഞ്ഞു. ഇവിടെ ഇത് താഴെ കൂടെയൊക്കെയാണ് റെയിൽവേ ട്രാക്ക്. ട്രെയിൻ ഇപ്പോൾ മൊഖാമ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി പട്ന എത്തുന്നതിന് മുന്നേ ഒരു സ്റ്റേഷനിലും കൂടെ സ്റ്റോപ്പുണ്ട്. ഇനി വന്ദേ മെട്രോയിൽ യാത്ര ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ ഞങ്ങൾ ആദ്യമായിട്ട് ഓടിത്തുടങ്ങിയ വന്ദേ മെട്രോയിൽ ഗുജറാത്ത് പോയ സമയത്ത് പോലും പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ കേരളത്തിൽ ഇപ്പം യാത്ര ചെയ്യാൻ, അതായത് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് നമുക്ക് തെക്കുന്നായാലും വടക്കോട്ടായാലും യാത്ര ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ കേരളത്തിൽ നിന്ന് ഇപ്പോൾ നമ്മളൊരു ട്രെയിൻ ടിക്കറ്റൊക്കെ മാവേലി മലബാറിലൊക്കെ രാത്രി വണ്ടികളൊക്കെ ടിക്കറ്റ് കിട്ടണമെങ്കിൽ 1.5 മാസം മുന്നേക്ക് ബുക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ വരുന്നത്. പകലൊക്കെ ആണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം വന്ദേ ഭാരതൊക്കെ ഉണ്ട്, 2 വന്ദേ ഭാരതിലും ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ എന്നാൽ പിന്നെ നമുക്ക് പരശുറാമ ഏറനാട് പോലത്തെ ട്രെയിനുകളൊക്കെയാണ് പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിലെത്ര മണിക്കൂർ ഇരിക്കണം, ഇരുന്നിട്ട് തന്നെ നമ്മൾ ബുദ്ധിമുട്ടും. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലൊക്കെ ഇതേപോലുള്ള വന്ദേ മെട്രോകൾ വരികയാണെങ്കിൽ ഒരുപാട് ഉപകാരപ്പെടും. കാസർഗോഡ് തന്നെ നമ്മൾ തലേ ദിവസം പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ടാണല്ലോ വരിക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറഞ്ഞ പോലെ തന്നെ രാവിലെ കാസർഗോഡ് നിന്ന് കയറിയിട്ട് വൈകുന്നേരം വളരെ നേരത്തെ തന്നെ എത്തുകയും ചെയ്യും, നല്ല കംഫർട്ടബിൾ ആയിട്ട് പോകാൻ പറ്റുകയും ചെയ്യും. ഗുജറാത്തിൽ തന്നെയാണ് ആദ്യമായിട്ട് ഇത് ഓടിത്തുടങ്ങിയത്. പിന്നീട് ഞങ്ങൾ അന്ന സമയത്ത് ഏപ്രിൽ മാസത്തിലാണ് അന്ന് യാത്ര ചെയ്തത്. അന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ പറയുന്നത് ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടെ വരേണ്ടതായിട്ടുണ്ടെന്ന്. കാരണം ചില പ്രത്യേക സംസ്ഥാനങ്ങളിൽ മാത്രമായിട്ട് ഓടേണ്ടതൊന്നല്ലല്ലോ ഇത്. കാരണം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈക്വൽ തന്നെയാണ്, എല്ലാ അടിസ്ഥാന ആവശ്യങ്ങളും നമ്മളെ എല്ലാ ഇന്ത്യക്കാർക്കും വേണം. പക്ഷെ പിന്നീട് വന്നത് ഇത് ബീഹാറിലാണ്. ഈ ബീഹാറിൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ ബീഹാറിൽ ഈ വന്ദേ മെട്രോക്ക് പുറമേ തന്നെ ഒരുപാട് പുതിയ ട്രെയിനുകളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അമൃത് ഭാരത് അങ്ങനെ മുതലായ എല്ലാം പറഞ്ഞാലും നോർത്തിലേക്കാണ് കൂടുതലായിട്ട് പോകുന്നത്. വളരെയധികം യാത്ര ചെയ്യുന്ന നമ്മളത് ഫീൽ ചെയ്താണ്. അപ്പം നമുക്കത് മനസ്സിലാക്കണമല്ലോ. അപ്പം സൗത്തിലേക്ക് വേണം, കേരളം പോട്ടെ, സൗത്തിലേക്കും വേണ്ടേ. ട്രെയിൻ ഇപ്പോൾ ബാദ് എന്നൊരു സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. ഇവിടെ പ്ലാറ്റ്ഫോം ഒന്നുമില്ല, ഈ ഭാഗത്താണ് ഇവിടെ പ്ലാറ്റ്ഫോം. ഈ റെയിൽ ട്രാക്കിൻ്റെ ഇവിടെ തന്നെ ഒരുപാട് കടകളൊക്കെ ഉണ്ട്. ഇതാ ഇവിടെയൊക്കെ നല്ല രീതിയിൽ വെള്ളമൊക്കെ കയറിയിട്ടുണ്ട്. അത്രയും ചേർന്നാണ് കടകളൊക്കെ. പക്ഷെ പല കടകളും ഇന്നും ഓപ്പൺ ആയിട്ടൊന്നുമില്ല. കാരണം അങ്ങനെ ഈ മഴവെള്ളത്തിലൊക്കെ എങ്ങനെ തുറന്നിരിക്കാനാ. അപ്പോൾ ഇവിടെയൊക്കെ നല്ല വെള്ളമാണ്. ഈ വണ്ടിയൊക്കെ വെള്ളത്തിലാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ഫ്ലഡ് ഏരിയ തന്നെയാണ്. ഇതാ എല്ലായിടത്തും നല്ല വെള്ളം തന്നെയാണ്. ഇനി ഒരു 40 കിലോമീറ്റർ കൂടി ഉണ്ട് പട്നയിലേക്ക്. ട്രെയിൻ ഇപ്പോൾ രാജേന്ദ്ര നഗർ ടെർമിനൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ട്രെയിൻ സ്റ്റോപ്പൊന്നുമില്ലേ. ഞങ്ങൾ ഇവിടുന്ന് ഒരു കിട്ടിലും യാത്ര പോയിട്ടുണ്ടായിരുന്നു. രാജേന്ദ്ര നഗറിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള തേജസ് രാജധാനിയിൽ. നല്ലൊരു ട്രെയിനായിരുന്നു അത്. ജയനഗറിൽ നിന്നും 267 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ പട്ന ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. 10:55. ഇനിയിപ്പം മഴ കൊള്ളാതെ പുറത്തേക്ക് ഇറങ്ങണം. കുറച്ചുകൂടെ അങ്ങോട്ട് പോയിട്ട് ഇറങ്ങാം. ഇവിടെ സ്റ്റെപ്പ് ഉണ്ട്. 7-ാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് വണ്ടി വന്നത്. എന്തായാലും നനയും. മഴയത്ത് ഇത് കാണാൻ നല്ല ഭംഗിയല്ലേ. ഞങ്ങളിവിടെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഫുഡ് കോർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. 11 മണിക്ക് ശേഷമാണ് ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്.
മഴ എന്തായാലും കുറഞ്ഞിട്ടില്ല, എന്നിട്ട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ. മസാല ദോശയാണ് വാങ്ങിച്ചത്, ചട്നി ഉണ്ട്, സാമ്പാറുണ്ട്. എനിക്കൊന്ന് ഇത് രണ്ടും സാമ്പാർ തന്നെയാണെന്നാ തോന്നുന്നത്. ഭക്ഷണം കഴിച്ച് നേരെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങിയ സമയത്താണ് ഒരു ട്രെയിനെ കണ്ടത്. ന്യൂഡൽഹിയിൽ നിന്ന് രാജേന്ദ്ര നഗറിലേക്ക് പോകുന്ന അമൃത് ഭാരത് എക്സ്പ്രസ്. ബീഹാറിൽ ഒരുപാട് സ്ഥലത്തേക്ക് ഇതുപോലെയുള്ള അമൃത് ഭാരത് ഉണ്ട്. ഏതെങ്കിലും ഒരു അമൃത് ഭാരത് നമ്മുടെ കേരളത്തിലേക്ക് വന്നിരുന്നെങ്കിൽ. പട്ന റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണേ. മഴ കുറഞ്ഞിട്ടില്ല, കുടയെടുത്ത് ഇനിയിപ്പം നമുക്ക് നടക്കാം. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഇവിടെ തന്നെയാണ് ഹനുമാൻ ക്ഷേത്രം ഉള്ളത്, മഹാവീർ മന്ദിർ. പട്നയുടെ ഈ ഒരു മെയിൻ ഹൈലൈറ്റ് ആണ് ഈ ക്ഷേത്രം. പിന്നെ ഇവിടെ പെഡസ്ട്രിയൻ സബ്വേ, അതായത് ഇതിപ്പോൾ പുതിയതായിട്ട് ആക്കിയതാണെന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്ന സമയത്ത് ഇവിടെ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ വർഷം നമ്മൾ ഇതേ സമയത്തായിരുന്നു ഏകദേശം വന്നത്. അന്ന് കൊടും ചൂടല്ലേ, അന്ന് ചൂടത്ത് പോയിട്ട് നമ്മുടെ ബുദ്ധ സ്മൃതി പാർക്കിലേക്ക് ഇരുന്നുണ്ടായിരുന്നു. അന്ന് സമയത്ത് പറഞ്ഞാല് ചൂട് കൊണ്ട് എന്താ പറയാ വേർത്ത് നിൽക്കാൻ പറ്റില്ല. ഇന്നാണെങ്കിലോ മഴ. രാവിലെ ജയനഗറിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ്. ഒരു 1.5 യാത്രയ്ക്ക് ശേഷമാണ് ഇപ്പോൾ പട്നയിലെത്തിയത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ വല്ല വണ്ടികളൊക്കെ നമ്മുടെ നാട്ടിൽ വരേണ്ടതായിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ ഗുജറാത്തിലോ അല്ലെങ്കിൽ ഈ നോർത്ത് ബീഹാറിലോ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവരും വരുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ രാവിലെ 3:15 ജയനഗറിൽ നിന്ന് കിട്ടാം. ഞാൻ പറഞ്ഞില്ല ഒരു കമലാഗംഗ എക്സ്പ്രസ്, നമ്മളത് വഴിക്ക് വെച്ച് ഓവർടേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇവിടെ ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് മാത്രമേ എത്തുള്ളൂ. എത്ര സമയമല്ല അതിനൊക്കെ അല്ലേ. നമ്മൾ ഒന്ന് സെയിം റൂട്ടാണ്. അതുപോലെ തന്നെ ഒരു 5:25 അവിടുന്ന് എളുപ്പത്തിൽ, അതായത് പട്നയിലേക്ക് വരാൻ വേണ്ടിയിട്ട് മുസാഫർപൂർ വഴിയാണ് എളുപ്പം. ആ വണ്ടി അടക്കം ഇവിടെ ഉച്ചക്ക് 1 മണിക്ക് എത്തുള്ളൂ. ഇന്റർസിറ്റി പെട്ടെന്ന് എത്തും ഈ വന്ദേ മെട്രോ. അതിപ്പോ നമ്മുടെ ഭുജിന്ന് അഹമ്മദാബാദ് വരുന്ന വണ്ടിയാണെങ്കിൽ കംഫർട്ടബിൾ ആണ്. എന്തായാലും കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കൊക്കെ വേണം. ഈ പരശുരാമനൊക്കെ ഇരുന്ന് മടുക്കേ ഉള്ളൂ. തീർച്ചയായിട്ടും രാവിലെ വഞ്ചിനാടും വേണാടൊക്കെ ഇല്ലേ എറണാകുളം ഭാഗത്തേക്ക്. പിന്നെ അതുപോലെ തന്നെ അല്ല, ആ സമയത്ത് അതിന് മുന്നേ ഈ ഒരു വന്ദേ മെട്രോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എത്ര ആൾക്കാർക്ക് ഉപകാരപ്പെട്ടേനല്ലേ. അത് പിന്നെ ചെയ്യാൻ ഭാവിയിൽ വരുന്ന വിശ്വസിക്കാം. പിന്നെ അതുപോലെ തന്നെ ഉണ്ടല്ലോ, ഇതിൽ ടിക്കറ്റ് എടുക്കാത്തവരൊന്നുമല്ല കേട്ടോ യാത്ര ചെയ്യുന്നത്. കുറെ ആൾക്കാർ എപ്പോഴും പറയും നോർത്തുകാർ ടിക്കറ്റ് എടുക്കാതെ. നോർത്തിൽ ഈ അൺറിസർവ്ഡ് മറ്റേ സാധാരണ നോർമൽ ട്രെയിനൊക്കെ കയറുന്നവരുണ്ട്, അത് സ്വാഭാവികമാണ്. പക്ഷെ ഇങ്ങനെയുള്ള പ്രീമിയം ട്രെയിനുകളൊക്കെ ടിക്കറ്റ് എടുക്കാതെ ഒന്നുമല്ല, എല്ലാവരും ടിക്കറ്റ് എടുത്തിട്ട് തന്നെയാണ് യാത്ര ചെയ്യുന്നത്. ഇനിയിപ്പം അടുത്ത ദിവസം മിക്കവാറും ഒരു മഴയത്തുള്ള ഒരു യാത്ര തന്നെയായിരിക്കും കേട്ടോ. പട്നേന്റെ ഓരോരോ ഭാഗത്തേക്ക് ഞങ്ങൾക്ക് പോകാനുണ്ട്. അപ്പൊ എന്തായിരിക്കും ഒന്നും അറിയില്ല അല്ലേ. ഇപ്പൊ തന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നത് തന്നെ മഴ നനഞ്ഞിട്ടാണ്. അപ്പൊ എന്താ പറയാ, പട്നേന്റെ കാഴ്ചകളൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് മറ്റു വീഡിയോ ബൈ ബൈ.